Hello and welcome back to my channel. So, എൻ്റെ thumbnail കണ്ട പോലെ തന്നെ ദിസ് ഇസ് എ ഓണം വ്ളോഗ്. ഞങ്ങളെല്ലാവരും ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ ജോസിന് സർജറി ഉണ്ടായിരുന്നു. പ്ലസ് സെറ, സച്ചിൻ ഇവരൊക്കെ നാട്ടിലായിരുന്നു. അപ്പോൾ ഇവരെല്ലാം വന്നു കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യാം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തായിരുന്നു. സോ ലാസ്റ്റ് വീക്കായിരുന്നു നമ്മളെല്ലാവരും കൂടെ കൂടിയത്. ഞങ്ങളുടെ വീട്ടിലാണ് കൂടിയത്. ജോസിന് സർജറിയുടെ റിക്കവറി നടന്നുകൊണ്ടിരിക്കുക. അപ്പം കൂടുതലൊന്നും പുറത്ത് പോയി യാത്ര ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ കൂടാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ് വാച്ചിങ് ദ വ്ളോഗ്. സമയം കളയാതെ ലെറ്റ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്. സോ ഇത് അവർ ജോസിനെയും സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചില രോഗീനെ കാണാൻ വരുന്നത് പോലെ എല്ലാവരും വന്നപാടെ ഈ റൂമിലോട്ട് വന്ന ജോസുമായിട്ട് കുറേ നേരം കത്തിയടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. ബട്ട് ഐ വാസ് സോ ഹാപ്പി ദാറ്റ് ദേ വർ ഹിയർ. ഞാൻ കഷ്ടപ്പെട്ട് ചെയ്ത് വെച്ചത് നശിപ്പിക്കില്ലേ പറഞ്ഞേക്കാം. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവള് തെറ്റെന്ന് പറയുന്നു. അവൻ ഇപ്പഴും ഉണ്ടാക്കി. എന്തൊരു ഇൻട്രസ്റ്റ്. ഞങ്ങളുടെ ആനിവേഴ്സറിയിൽ ജോസ് ഗിഫ്റ്റ് ചെയ്തൊരു പസിലാണിത്. ഞാനും ജോസ് ഒരു ദിവസം മാത്രമേ ഇരുന്നു. ടീച്ചറേയും കാണണ്ടേ വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ലായിരുന്നു. എന്തിനും ഇവരൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് വീടെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒതുക്കി വെക്കണമായിരുന്നു. പിന്നെ കുറേ പണിയുണ്ടായിരുന്നു. ഓണത്തിൻ്റെ ഓരോരോ സംഭവങ്ങൾ വാങ്ങിക്കണം, ഉണ്ടാക്കണം. അപ്പോൾ ആ പസിൽ അതേപോലെ തന്നെ ഞങ്ങൾ അന്ന് ചെയ്തതുപോലെ തന്നെ അവിടെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അത് വന്ന് ഇവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇവർ വന്ന പാടെ ഈ പസിലിനെ കുറിച്ച് ചോദിച്ചു. ഞാൻ എടുത്ത് കൊടുക്കുകയും പിന്നെ ഇവർ ആ സ്ഥലത്തു നിന്ന് മാറിയിട്ടില്ല. ഇവർ രണ്ടുപേരും അങ്ങ് അഡിക്റ്റഡ് ആയിപ്പോയിരിക്കുമായിരുന്നു. ഇതെങ്ങനെയെങ്കിലും തീർക്കണമുള്ള ഒരു വാശിയിൽ അന്നത്തെ ദിവസം രാത്രിക്ക് എങ്ങാണ്ട് 3-3:30 ഉറങ്ങിയത്. രണ്ടുപേരും പസിൽ ചെയ്ത് മൊത്തം തീർത്തില്ല. ബട്ട് സ്റ്റിൽ ദി ഫിനിഷ്ഡ് ലൈക്ക് ഓൾമോസ്റ്റ് ആ ഒരു ഫ്രെയിം ഓൾമോസ്റ്റ് തീർത്തു. ഒരു 80-90% അവർ തീർത്തു. Bro, I need a bigger board. What's the problem, man? ഇല്ലടാ ഇനി ഉണ്ട് വരും. അപ്പൊ ഇതിന്റെ അടി കൂടെ പോകും. ആണോ? അപ്പൊ എന്ത് ചെയ്യും മാം? ആൻസർ. അപ്പൊ അത്ര ഉള്ളത് ഉണ്ടാക്കിയാൽ മതി. നീ എന്നെ പകുതി ചെയ്താൽ മതി. അങ്ങനെയല്ല, അത്ര ഉണ്ടാക്കിയാൽ മതി. അത്ര ഉള്ള ഉണ്ടാക്കിയാൽ മതി. ഇനി വലിയ ബോർഡില്ല. ഇതന്നെ ബഹാമാസോ പാരിസോ? പാരിസ് അത് മാത്രമേ മതി. എന്താണ് എന്റെ ഇതിനെ കുറിച്ച് നീ കുറ്റം പറഞ്ഞ? നീ എത്ര ചെയ്തു? നീ എത്ര ചെയ്ത? നീ പറ. അതൊക്കെ നീ ചെയ്ത. അവൻ ഒരെണ്ണം ചെയ്ത് തോണ്ടിട്ട് പോയി. അത് ഇവനോടാണോ നീ പറയുന്നത്? ഒരെണ്ണം പോലെ സെറ്റ് ആവാത്ത ഇവന്? നീ പോ. ആ, ഇതിനെക്കാട്ടിലും വലുതാണെന്നാ പറയുന്നത്. എനിക്കറിയത്തില്ല. അടിപൊളി. അവര് ബോർഡർ ഫുൾ സെറ്റാക്കി. ഗുഡ്. ഞങ്ങളിവിടെ ഒരു വൈബ് സെറ്റാക്കി. അടിപൊളി അപ്പാർട്ട്മെന്റ് കേട്ടോ. ഇതെനിക്ക് കുറേ ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ ബാൽക്കണിയിൽ ഞങ്ങളുടെ കോഫി ടേബിൾ ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും ഒരു ധാബ സെറ്റപ്പിലിരുന്ന് താഴെ ഇരുന്ന് കഴിക്കുമായിരുന്നു. ജോസ് ഉണ്ടാക്കിയ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു. എനിക്കറിയാം കാല് വയ്യാതിരുന്നിട്ടും ജോസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ബിരിയാണി ഉണ്ടാക്കി എല്ലാവരെയും കഴിപ്പിക്കണമെന്ന്. സോ ഹി പ്രിപ്പയർഡ് ദ ബിരിയാണി ആൻഡ് ഇറ്റ് വാസ് ഡെലിഷ്യസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വടിച്ച് തീർത്തു. ചെരുവ് മൊത്തം തീർത്തു. എല്ലാവരുടെ പാത്രം കാലിയായി.
അടിപൊളി ബിരിയാണി. അത് കഴിച്ച് കഴിഞ്ഞ പാടെ തന്നെ രണ്ടുപേരും പിന്നെ ഓടി പസിൽ തീർക്കാനായിട്ട് വേണ്ടി. ഇവർക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. എന്തിന് ഭയങ്കര സീരിയസ് ആയിട്ടായിരുന്നു അവർ ആ പസിൽ എടുത്തിരുന്നത്. സോ ഇത് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ്റെ ഒരു ദിവസം മുമ്പ് ഇവർ വന്നായിരുന്നു. അപ്പം ഞങ്ങൾ രാത്രിക്കൊക്കെ ചുമ്മാ ചില്ല് ചെയ്ത് കുറേ ഗെയിം കളിച്ച്. ഇത് ഞങ്ങൾ പുതിയൊരു ഗെയിമാണ്, ഊനോട് തന്നെ, പക്ഷെ നോ മേഴ്സി എന്ന് വെച്ചുകൊണ്ട് അടിപൊളിയാ. കുറേ സമയം എടുക്കും ഒരു റൗണ്ട് ഒന്ന് തീരാനായിട്ട് വേണ്ടി. അതിൻ്റെ ഇടയ്ക്ക് പൂര അടിയും ആവും. സന്തോഷമായല്ലോ. തമാശയ്ക്ക് 1 eternity later എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ 2-3 മണിക്കൂറിൽ അവർ ചെയ്തതായത് ഐ റിയലി അപ്രീഷിയേറ്റ്. ഞാൻ അവരോട് പറയായിരുന്നു മൊത്തം തീർത്തിട്ട് പോയാൽ മതി എന്ന് വെച്ചോണ്ട്. എന്തിനാ എനിക്കത് കണ്ടിട്ട് തന്നെ മടിയാവുമായിരുന്നു ബാക്കിയെല്ലായിരുന്നു ചെയ്യാനായിട്ട് വേണ്ടി. ഇവർ ഈ ഇരിപ്പ് 3:30 വരെ ഇരുന്ന് എങ്ങനെ ചെയ്തെന്ന് എനിക്കറിഞ്ഞൂടാ. ബട്ട് എനിവേസ് കുറേ ചെയ്ത് തീർത്തു. അവർക്ക് കുറേ ഇഷ്ടപ്പെട്ടു. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പണിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനും ജോസും ഭയങ്കര ഹാപ്പിയായിരുന്നു. സോ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് മെറിയം സച്ചിൻ വന്നു. എല്ലാവരും നമുക്ക് ഓണത്തിന് അത്തപ്പൂ ഇടണമല്ലോ. അപ്പം നമുക്കിവിടെ അത്തപ്പൂ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഭയങ്കര സസ്റ്റൈനബിൾ ആയിട്ട്, എൻ്റെ അടുത്ത് ഇവിടെ എപ്പോഴും പൂക്കളുണ്ട്. അപ്പം ഞാനിത് നേരത്തെ ആലോചിച്ച് വെച്ചായിരുന്നു. എൻ്റെ പൂക്കളൊക്കെ ഡ്രൈ ആയി പോയിരുന്നു. അപ്പം അതിനകത്ത് ചെറിയ കളർ പൂക്കളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് ഞാൻ വെള്ളമൊഴിച്ച് എങ്ങനെയൊക്കെയോ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ആ പൂക്കൾ എടുത്തിട്ട് അവർ ഭയങ്കര ക്രിയേറ്റീവായിട്ട് അവർ അത്തപ്പൂ ഉണ്ടാക്കി. ഇത്ര ഐഡിയ ഉള്ള, ഇത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എന്റെ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഇതിനാടാ കരിണ്ടടിച്ച പോലെ. അത് കണ്ടപ്പോഴേ മനസ്സിലായി. പാവം തൂക്കും അപ്പം തൊട്ട് കരിക്കോടിരിക്കുന്നു. എടാ നിനക്കത് പൊക്കാൻ പറ്റുമോ? ഞങ്ങളുടെ സദ്യക്കുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചിക്കൻ. സോ അന്ന് നമ്മൾ പോട്ട്ലക്ക് പോലെയാണ് ചെയ്തത്. അപ്പം ഞാൻ ഉണ്ടാക്കിയത് സേമിയ പായസം, പരിപ്പ് പായസം, പൈനാപ്പിൾ പച്ചടി ആൻഡ് പുളിശ്ശേരി. സോ ക്യൂട്ട്. ഇനി നമുക്ക് നമ്മുടെ ഏതായിരുന്നു പേർപ്പിൾ ഇവിടെ ഒന്നുമില്ല. Who is here? Hi. Say hi to my vlog. Thank you. അതെ സെറക്കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി എടുക്കാൻ ആരും സമ്മതിക്കുന്നില്ല. ഒരു രക്ഷയില്ല. ഇവനൊക്കെ ഇങ്ങനെ ഉടായിപ്പോ ഒരു സാധനത്തെ ഞാൻ കണ്ടിട്ടില്ല ഈ ലോകത്ത്. ഒരു എതല് പോലും നീ പറിച്ചിട്ടില്ല ഇതിനകത്ത്. പക്ഷെ കൊള്ളാടാ, അടിപൊളി. ഈ വീഡിയോ ഒക്കെ നോക്കാൻ രസമാണ്. അങ്ങനെ ഓണത്തിന് അത്തപ്പൂ ഇട്ടില്ലെന്നുള്ള വിഷമം മാറി കിട്ടി. എന്തിന് നമ്മൾ സസ്റ്റൈനബിൾ അത്തപ്പൂ ആക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് വന്ന് ഒരുങ്ങാനായിട്ട് വേണ്ടി തന്നെ നമുക്ക് എടുത്തു ഒരു 1.5 മണിക്കൂർ. എന്തിനിപ്പോൾ സാരി ഉടുത്ത് ശീലമൊക്കെ പയ്യെ പോയതുകൊണ്ട് സമയം എടുക്കുന്നുണ്ട്. So first program our Onam ramp walk. This is Noel, this is me, this is my husband, Pinne Sarah, Shem, Kuku, PJ, Mariam, Sachin. Hi, 3 sundaris. So cute. ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ നമ്മുടെ നാടൻ രീതിയിൽ ഒരുങ്ങുന്ന സംഭവങ്ങളൊക്കെ ഒത്തിരി ചുരുക്കമല്ലേ. അപ്പം ഒരുങ്ങിയപ്പം നമ്മളെല്ലാവരും കൂടെ വന്ന് കുറേ ഫോട്ടോഷൂട്ട്സൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നു. എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നാടിൻ്റെ ഓർമ്മ വന്നു പെട്ടെന്ന്. നോയലിനെ ഫസ്റ്റ് ടൈം അല്ലേ എൻ്റെ വീഡിയോ കാണുന്നത്. ഹീ ഈസ് ജോസസ് സ്കൂൾ ഫ്രണ്ട്. അങ്ങനെ നമ്മളിവിടെ പരിചയപ്പെട്ടു. സോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മെയിൻ കാര്യത്തിലോട്ട് നമ്മൾ കടന്നിരിക്കുന്നു. നമ്മുടെ സദ്യ.
അത് ആര് വരുന്നതിന് മുമ്പ് തന്നെ ജോസ് തന്നെ ആദ്യം വന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് വിശപ്പുമായിരുന്നു. എന്തിന് ഓൾമോസ്റ്റ് ഒരു 12-1 മണിയായിരുന്നു ഞങ്ങളെല്ലാം റെഡിയാക്കി വന്നപ്പോഴത്തേക്കും. ഫുഡെല്ലാം റെഡിയായിരുന്നു. വി വർ ജസ്റ്റ് റീഹീറ്റിംഗ്. എല്ലാം ചൂടാക്കി എടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ഓവനേ ഉള്ളല്ലോ എല്ലാം കൂടെ എടുക്കാനായിട്ട് വേണ്ടി. സോ അങ്ങനെ അതെല്ലാം ചൂടാക്കി വന്ന് എല്ലാം കൂടെ വെച്ച് വന്നപ്പോഴത്തേക്കും സമയമെടുത്തു. ബട്ട് അടിപൊളിയായിരുന്നു. എല്ലാവരും ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാണുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമാണ് വരുന്നത്. എന്തിന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കും നമ്മൾ ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കും. എന്തിന് ഞങ്ങൾ എല്ലാവരുടെയും ഫസ്റ്റ് ടൈം ആയിരുന്നു ഓണത്തിന് വേണ്ടിയുള്ള കറികൾ ഉണ്ടാക്കുന്നത്. വീഡിയോസൊക്കെ നോക്കി എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു. പിന്നെ നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. മെജോറിറ്റി ആൾക്കാർക്ക് നോൺ വെജ് എന്തെങ്കിലും വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ ചിക്കൻ വെച്ചത് അതിൻ്റെ അകത്ത്. പക്ഷെ അതൊരു യൂണീക്കല്ലേ, നമ്മുടെ ഓണമല്ല. അപ്പം നമുക്ക് നമ്മളുടെ രീതിയിൽ അത് മോഡിഫൈ ചെയ്തെടുക്കാമല്ലോ. അപ്പം നമ്മളുടെ ഒരു നോൺ വെജ് ഓണസദ്യയായിരുന്നു. നല്ല രസമായിരുന്നു. നമുക്ക് ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ പച്ചടി, പുളിശ്ശേരി, അവിയൽ, സാമ്പാർ, പരിപ്പ് കറി, നെയ്യ്, ഉപ്പ്, അച്ചാർ, പപ്പടം, ക്യാബേജ് തോരൻ, ഓലൻ, പിന്നെന്താ ചോറ്, വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇനിയും 2-3 ഐറ്റം കൂടെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നമുക്കൊരു 22 സംഭവങ്ങളായിരുന്നു നമ്മൾ ഇൻ ടോട്ടൽ ഉണ്ടാക്കിയത്. അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇല വടിച്ച് നക്കിയെടുത്ത് ഇച്ചിരി പോലും വേസ്റ്റ് ആക്കാതെയാണ് മൊത്തം തീർത്ത് വെച്ചത്. പിന്നെ കുറേ മിച്ചവും വന്നു. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പാക്ക് ചെയ്ത് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഓണമായിരുന്നു നെതർലാൻഡ്സിലെ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ദ ബെസ്റ്റസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയും. എനിക്ക് ഇവരെല്ലാവരും കുറേ ഇഷ്ടമാണ്. സോ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. കുറച്ചുകൂടി ഇങ്ങോട്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഓണപരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? വേറെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഇല്ല. അതിനാ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കറി ഏതായിരുന്നു? കൂട്ടുകറി. അതിന്റെ ഒരു കാരണം പറ. എന്റെ ഭാര്യ ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് വീട്ടിൽ കയറുന്നുണ്ട്. അടുത്ത ആളെ പിടിക്കാം. ഷെമ്മേ, നിനക്ക് ഇഷ്ടപ്പെട്ട കറി ഏതായിരുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി മറ്റേ ദാലായിരുന്നു. നിനക്ക് ഏതായിരുന്നു ഇഷ്ടപ്പെട്ട കറി? എനിക്ക് കുറച്ച് മലയാളം അറിയാം. ചിക്കൻ ഫ്രൈ. അതാരും ഉണ്ടാക്കി? അതിന്റെ ഭാര്യ ഉണ്ടാക്കിയല്ലോ. അത് ജോസ് ഉണ്ടാക്കിയത്. തനിക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? പൈനാപ്പിൾ പച്ചടി. ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്ന പോലെ ഉണ്ടല്ലോ. ആരുടെ ബർത്ത്ഡേയാ? ഓ മൈ ഗോഡ്, സർപ്രൈസ് ബർത്ത്ഡേ. ഓ മൈ ഗോഡ്, അടിപൊളി കേക്ക് ബൈ മറിയം. അതെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഈ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി സർപ്രൈസ് ആയിട്ട് എനിക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു. അപ്പം കേക്ക് കട്ടിങ്ങും അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ നടത്തിയിരിക്കുന്നു. ഞാൻ എൻ്റെ ബർത്ത്ഡേയിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ അമ്മേനെയാണ്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെയും എൻ്റെയും ബർത്ത്ഡേ സെയിം ഡേറ്റിലാണ്. അപ്പം കൊച്ചിലെ തൊട്ട് ഒരു പ്രായം വരെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നതും. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഞങ്ങളുടെ ഫസ്റ്റ് ബൈറ്റ് കൊടുക്കുന്നതും. സോ ഞാനിവിടെ വരുന്നതിൻ്റെ മുമ്പത്തെ വർഷം ഞാനും മമ്മിയും കൂടെ കട്ട് ചെയ്ത വീഡിയോ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ നോക്കും. ഇതിന് എത്ര റാൻഡം അല്ല, ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്മയും മോളും ഒരേ തീയതിയിൽ തന്നെ ജനിക്കുന്നത്. ഇറ്റ്സ് സച്ച് എ ബ്ലെസ്സിങ്. കൊച്ചിലൊക്കെ ഞാൻ ഭയങ്കര അനോയ ആവുമായിരുന്നു. അയ്യോ, എനിക്ക് മാത്രമായിട്ട് തന്നെ എത്ര സ്പെഷ്യൽ കേക്ക് മാത്രം കിട്ടാത്തതെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനത് ആലോചിക്കുമ്പം ഐ റിയലി മിസ് ദോസ് ഡേയ്സ്. ലൈക്ക് ഐ റിയലി മിസ് ഹാവിങ് മൈ ഫാമിലി വിത്ത് മീ. പക്ഷേ അതിൻ്റെ എല്ലാത്തിനും കുറവ് തീർക്കാൻ ഞാൻ ഇവിടെ ഒരു ഫാമിലി ഉണ്ടാക്കി. ആൻഡ് ദിസ് ഇസ് മൈ ഫാമിലി നൗ. And I'm so blessed to have them all with me. They are all such a beautiful human being. Adivoli group. Everybody love each other so much. The best thing I could ever imagine. Okay. അതിന് ശേഷമായിരുന്നു നമ്മുടെ ഗെയിംസ്. അടിപൊളി. Let me
അങ്ങനെ ഗെയിംസ് തീർന്നു. അതിന് ശേഷമായിരുന്നു നമ്മുടെ കലാപരിപാടികൾ. ഡാൻസ് വരെ ചെയ്തു. ആ നിനക്ക് അറിയാവുന്ന ഒരു പാട്ട് പാടും. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. കൊഞ്ചി കൊഞ്ചിയൻ കൂടെ നീ പോരാമോ എന്നുയിരേ എന്നഴകേ ഭൂമിയിലേ അടിപൊളി അടിപൊളി. പോവാണ് എല്ലാരും പോവാണ്. ഒരു കുഴപ്പമില്ല പൊക്കോട്ടെ. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു ഫോർ ദ ബർത്ത്ഡേ കേക്ക്. കാല് കൈ എല്ലാം പോയിരിക്കുക. താൻ ഈ ഫോണും പിടിച്ചോണ്ടിരുന്നു. എല്ലാരും മാറ്റി വെച്ചിട്ട് എല്ലാത്തിനും പ്രശ്നം. അങ്ങനെ നീണ്ട 2 ദിവസത്തിന് ശേഷം എല്ലാം കലാപരിപാടികളും നമ്മുടെ സദ്യയും എല്ലാം അടിപൊളി ഉഗ്രനായിട്ട് ഫിനിഷ് ആക്കിയിട്ട് നമ്മൾ അങ്ങനെ വിട പറയുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു ഭാഗമാണിത്. എല്ലാവരും പോകുന്നത് എന്തിനാ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ആ 2 ദിവസം അടിച്ചു പൊളിച്ചിട്ട് പിന്നെ പോകുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമൊക്കെ. അയ്യോ വീണ്ടും നമ്മൾ ഒറ്റയ്ക്കായി പോവല്ലോ എന്ന് വെച്ചുകൊണ്ട് ഓർത്തിട്ട്. ബട്ട് എനിവേസ് ഞങ്ങൾ ഈ പ്രാവശ്യം എല്ലാവരും കൂടെ പോയപ്പോഴത്തേക്കും നമ്മൾ പോകുന്നതിന് മുമ്പ് നെക്സ്റ്റ് മീറ്റിംഗ് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് പോയത്. ബിക്കോസ് നമ്മളെല്ലാവരും കുറേ ദൂരെ താമസിക്കുന്നത്. ഓൺലി ഞാനും ജോസും മെറിയവും സച്ചിനുമാണ് ഇച്ചിരി അടുത്തുള്ളത്. ബാക്കി ഇവരെല്ലാവരും ഇച്ചിരി ദൂരെ ആയതുകൊണ്ട് ഇവർക്ക് എപ്പോഴും വന്നും പോയിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. സോ നമ്മൾ നേരത്തെ നോക്കി എല്ലാവരുടെ ഫ്രീ ഡേ നോക്കി നമ്മൾ അടുത്ത മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് സോ ഫൺ ഹാവിങ് ഓൾ ഓഫ് ദെം ആറ്റ് അവർ പ്ലേസ്. അടിപൊളി ദിവസമായിരുന്നു 2 ദിവസം. ഒത്തിരി അടിച്ചു പൊളിച്ചു, ഒത്തിരി ചിരിച്ചു, ഒത്തിരി ആഘോഷിച്ചു. ബെസ്റ്റ് ഓണം എവർ.
അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഒരു കുട്ടി ചെറിയ വീഡിയോ. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്, ലവ്ഡ് ഇറ്റ് ആസ് മച്ച് ആസ് വി ഡിഡ്. എല്ലാവർക്കും ലേറ്റായിട്ട് ആണെങ്കിലും വെരി ഹാപ്പി ഓണം. ഇനിയും കുറേ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിൽക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ പാട്ടും കൂടെ. കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റുകിളി പോകും നേരം മഞ്ഞളി കൊണ്ടൊരു കൂട് കാരി പെയ്യുന്ന പുല്ലാണി കാട്ടിൽ കണ്ണിമാമ കഴിച്ചു നടക്കാം. കാരി പാദസരങ്ങൾ കിടക്കാം. കുഞ്ഞി മഞ്ചാടി ചന്ദന കിണ്ണം പുല്ല മഴക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ വെള്ളേ കോരിയെടുക്കാൻ മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആക്കക്കിളി പോകും നേരം മഞ്ഞളി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ കാലി നെയ്യുന്ന പുല്ലാണി കാട്ടിൽ കണ്ണിമാമ കടിച്ചു നടക്കാം. കാലി പാദസരങ്ങൾ കീഴുക കുഞ്ഞി മഞ്ചാടി